പന്തക്കുസ്ത തിരുനാളിന്റെ ഏറ്റവും അടുത്ത ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം സ്വീകരിക്കുവാനായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. വചനത്തിലൂടെ അവിടുന്ന് നമ്മളെ അതിശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 22-ാം തിരുവചനം, അവിടുന്ന് നമ്മിൽ തന്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. നോക്കിയേ, പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, ഓരോ കൂദാശകളുടെ സ്വീകരണത്തിലൂടെയും ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മിലേക്ക് പകർന്നു നൽകപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും മായാത്ത മുദ്രയാണ്. ലോകം നമ്മളെ പാപിയെന്ന് വിളിക്കാം, ബലഹീനനെന്ന് വിളിക്കാം, ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് വിളിക്കാം, വിലകെട്ടവനെന്ന് വിളിക്കാം, അങ്ങനെ പല പേരിട്ട് വിളിക്കുമ്പോഴും ദൈവം നമ്മളെ നോക്കി പറയുകയാണ്, നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്, കാരണം നീ എന്റേതാണ്, ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. നോക്കിയേ, പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടവരാ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നേ ആ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. പന്തക്കുസ്തയുടെ ഏറ്റവും അടുത്ത ദിനങ്ങളിൽ എന്റെ കൈവെപ്പിലൂടെ നീ മുദ്ര ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മുദ്ര ചെയ്യപ്പെട്ട നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിച്ച എല്ലാ കൃപാവരങ്ങളെയും നീ ഉജ്ജ്വലിപ്പിക്കണം, വളർത്തണം. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നേ. ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ ആലയമല്ല നമ്മുടെ ശരീരം. ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഈ കൃപകളെ വർദ്ധിപ്പിക്കുവാൻ, ഇരട്ടി അഭിഷേകത്തിലൂടെ മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കും. കാരണം പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അനുതാപത്തോടെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി കൃപകളും അഭിഷേകവും നമുക്ക് ലഭിക്കും. പുത്തൻ ഉണർവോടെ, പുതു ചൈതന്യത്തോടെ ഈ പന്തക്കുസ്ത നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്ന അനുഭവം സ്വന്തമാക്കാം. അതുവഴി ദൈവത്തിന്റെ സാക്ഷികളായി തീരുന്ന ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവിന്റെ ഈ കൃപ എന്നും ജീവിതത്തിൽ ചേർത്ത് വെച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇന്നിന്റെ എല്ലാ ജീവിത ഉദ്യമ മേഖലകളെയും ആശീർവദിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ ആശീർവാദത്താൽ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പ്രാർത്ഥനയോടെ ആശീർവാദം നമുക്ക്